നിന്റെ അടുത്തൊക്കെ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ബാൽക്കണി ഇറങ്ങലെന്ന്? രണ്ടകത്തേറിയേ എന്റെ നല്ല മേടിക്കും ഇനി അങ്ങോട്ട് ഇറങ്ങിയ ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല. എത്ര തവണ പറഞ്ഞിട്ടുണ്ട് രണ്ടിന്റെ അടുത്ത് അങ്ങോട്ട് പോരുതെന്ന്. ഇനി രണ്ടും കൂടെ അങ്ങോട്ട് ഇറങ്ങിയാണ്ടല്ലോ നല്ലത് മേടിക്കും എന്റെ കയ്യിൽ നിന്ന്. ബാൽക്കണിയിലോട്ട് ഇറങ്ങരുത് രണ്ടും, കേട്ടല്ലോ? രണ്ടിന്റെ അടുത്തും പറഞ്ഞാലും കേൾക്കൂല. ഉള്ളതൊന്നിനെ നോക്കാൻ വയ്യ. എപ്പോഴും ഞാൻ അച്ഛനും കൂടെ അല്ലെങ്കിൽ നമ്മൾ വിളിച്ചവിടെ ആരെടുക്കാൻ പോവാം? ചായ ചായയും തിളച്ചേ. എന്താടി നീ വിളിച്ചിട്ടെടുക്കാൻ? ഒന്നും പറയണ്ട. ഇവിടെ ഞാൻ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റയ്ക്ക് ഓടുക. എനിക്കറിയില്ലടി എന്ത് ചെയ്യണമെന്ന് സത്യത്തില്. ചേട്ടനാണെങ്കിൽ ചേട്ടൻ എന്തോ ബിസിനസിന്റെ കാര്യമായിട്ട് പോയിക്കോ. എടി ഒന്നും ആയിട്ടില്ല. ഫർണിച്ചർ പോലും സെറ്റ് ചെയ്തിട്ടില്ല. എല്ലാം പഴയ വീട്ടിലാണ്. ഇവിടെ വന്നിട്ട് അറ്റ്ലീസ്റ്റ് പ്യൂരിഫയർ പോലും സെറ്റ് ചെയ്യാതാണ് ചേട്ടൻ ഇവിടെ നിന്നത്. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് ഓടുവാണ്, അറിയോ? കുഞ്ഞിൻ്റെ കാര്യം അതിനപ്പുറം. അപ്പുറത്തെ ചേച്ചിയാണെങ്കിൽ അവരുടെ മനസ്സിലെന്തോ എനിക്കെന്തോ വേറെ ജോലിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞ പോലെ അവർ കുഞ്ഞിനെ കൂടെ എനിക്ക് നോക്കാൻ ലൈക്ക് ഐ എം ലൈക്ക് എന്താ പറയുക, ഒരു ഫ്രീ നാനി അവർക്ക്. വാട്ടർ പോലും ഇല്ല ബേബ്. ഞാൻ ആക്ച്വലി വെളിയിൽ പോയി ഞാൻ തന്നെ ഡെയിലി മേടിക്കുന്നത്. അറിയത്തില്ല ആരോന്നും. ഡേ ഒന്നും പറയണ്ട. രണ്ട് കൂടെ ബഹളമാണ് ഡെയിലി. എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല ഇത്രയും ദിവസം. എങ്ങനെ അപ്പുറത്തവർക്ക് പറയും? എങ്ങനെ പറയാൻ പറ്റും? വന്നതല്ലേ ഉള്ളൂ, ജസ്റ്റ് 1 വീക്ക്. യാ ശരി, ഓക്കെ. ഞാൻ വെൽ ഓക്കെ. ഞാൻ വിളിക്കാം. ശരി, ബൈ. ടേക്ക് കെയർ. ഹലോ ചേച്ചി, ലിഫ്റ്റിൽ കയറിയോ? ഞാൻ അവളെ ഇറക്കി. ശരി. അവർക്കൊന്ന് ഇങ്ങോട്ട് വന്നാൽ എന്താ? കുഞ്ഞിനെ കൊണ്ടാക്കുകയും ചെയ്യും. ഇനി ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണം. അവിടെ എന്താ ബഹളം? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വന്നാണ്ടല്ലോ രണ്ടിനും. അമ്മ ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തിയതേ ഉള്ളൂ, അപ്പൊ തന്നെ അവൾ ഉറങ്ങി. എനിക്ക് ഇങ്ങനത്തെ ഫ്രണ്ടിനാ, എനിക്ക് വേറെ ഫ്രണ്ടിനെ മതി.